ഞാൻ 210 അനുസരിച്ച് കമ്പനീസ് ആക്ട് അനുസരിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അത് പോരാ, SFI അന്വേഷണം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ എൻക്വയറി ഉണ്ടായിട്ടുള്ളത്. ROCയുടെ റിപ്പോർട്ടിലും ഗുരുതരമായ കുറ്റങ്ങളാണ് KSIDCയും CMRലും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജി കമ്പനിയും ചെയ്തിട്ടുള്ളതെന്ന് ഈ റിപ്പോർട്ടിൽ, നമ്മുടെ ROCയുടെ റിപ്പോർട്ടിൽ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുരംഗത്ത് ഇത്രയും വലിയൊരു അഴിമതി ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. 135 കോടി രൂപ മാത്രമല്ല, അതിനൊക്കെ ഒത്തിരി അപ്പുറം 40,000 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തീരദേശത്തെ കൊള്ള ചെയ്യുന്നതിന് മുഖ്യമന്ത്രി കൂട്ടുനിന്ന ഒരു അഴിമതിയാണ് ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ അന്വേഷണം കൃത്യമായി തന്നെ അന്വേഷണം നടന്നാൽ ഒരു സംശയം വേണ്ട, കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്ന ആദ്യത്തെ സംഭവമായിരിക്കും ഇത്, ഒരു സംശയം വേണ്ട. ശ്രീ ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി, കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നായിരുന്നല്ലോ ആദ്യത്തെ ആലോചന. പക്ഷേ ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് ഏറ്റെടുക്കുന്നതിലൂടെ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ? ഇതിന്റെ നിയമ നടപടികൾ എങ്ങനെയായിരിക്കും? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എല്ലാ അന്വേഷണ ഏജൻസികളെയും ഒരുമിപ്പിക്കാൻ കഴിയും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, മുൻപ് പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് സെക്ഷൻ 210 അനുസരിച്ചുള്ള എൻക്വയറി ആയിരുന്നു. ഇത് പ്രകാരം കമ്പനിയുടെ തിരിമറികളെയും കമ്പനി കാണിച്ചിട്ടുള്ള ഫ്രോഡുകളെയും സംബന്ധിച്ച് മാത്രമേ അന്വേഷിക്കാൻ കഴിയുമായിരുന്നു. ഇത് അതല്ല. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ പങ്കാളികളായ ഒരു അന്വേഷണം, ഒരു ക്രൈം നടന്നിരിക്കുന്നു. അതിന് തീർച്ചയായിട്ടും കറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയുള്ളൂ. CBI ഉൾപ്പെടെ ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് പങ്കാളികളാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരാണ്, എന്താണ് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി വിവരമില്ല. എനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് മാത്രമേ ഈ ഓർഡറിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. എങ്ങനെയാണെങ്കിലും SFI അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഒരു സംശയമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇത് കേരള ചരിത്രത്തിലെ ഒരു വലിയ സംഭവമായി മാറും. കേരളത്തിലെ നാളുകളിൽ പൊതുപ്രവർത്തകർക്ക് ഒരു പാഠമായി മാറുന്ന ഒരു വിധിയായി ഇത് മാറും. ശ്രീ ഷോൺ ജോർജ്, ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്റെ കൈകൾ ശുദ്ധമാണ് എന്നാണ്. KSIDC കൂടെ പ്രതിക്കൂട്ടിലാകുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി കൂടി ഉത്തരം പറയേണ്ടി വരും. വ്യവസായ വകുപ്പ് മന്ത്രി മാത്രമല്ല, ഞാൻ ഇപ്പൊ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ടല്ല ഞാൻ ഈ കേസിനെ നേരിട്ടിരുന്നത്. ഞാൻ നിയമപരമായിട്ട് തന്നെയായിട്ട് പോകണം. ഞാൻ പറഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രി മാത്രമല്ല, പല മന്ത്രിമാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ അന്വേഷണത്തിൽ തെളിയട്ടെ. ഞാൻ അന്വേഷിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടുള്ളത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ്. ആരംഭിച്ചത് പെൻഷൻ കാശ് കൊണ്ടാകാം, പക്ഷെ അതിനുശേഷം വാങ്ങിക്കൂട്ടിയ കാശ് മുഖ്യമന്ത്രിയുടെ ചെലവിൽ തന്നെയാണ്. അതിനൊരു സംശയമില്ല. വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചതിന്.